ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്വീറ്റ്സ് പരിചയപ്പെടുത്താം കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാ സ്വീറ്റ്സും അല്ല, നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അത് പരിചയപ്പെടുത്താം. അപ്പം ഞാനും അരുവേട്ടനൂടെ നന്ദമോക്ക് സ്വീറ്റ്സ് വാങ്ങിക്കാനായിട്ട് ബേക്കറിയിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് ഇടാമെന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സ്വീറ്റ്സ്. ഇത് കലാക്കണ്ട, പിന്നെ ഗോവ, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കുറേ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോയി. അപ്പം ബിരിയാണി, നന്ദമോക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. ഇതാട്ടോ ഇവിടുത്തെ പാത്രം. നമ്മൾ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തരുന്ന പാത്രം ഇതാട്ടോ, നല്ല വലിയ പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ ബിരിയാണി ആട്ടോ വാങ്ങിച്ചത്. ചിക്കൻ ബിരിയാണിയും പിന്നെ നന്ദൂട്ടന് ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, പീസ് ഇടണ്ട, ലെഗ് പീസ് ഒരെണ്ണം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ലെഗ് പീസും ഒരു 3-4 പീസും അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള, നാരങ്ങ, പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം നമുക്ക് സ്വീറ്റ്സ് കാണണ്ടേ. ഇതാണ് കേട്ടോ ഗാരിൽ, നമ്മുടെ ഇവിടുത്തെ വടയാണ്. വടയ്ക്ക് ഇവിടെ ഗാരിലെന്നാണ് പറയുന്നത്. ഇത് പഞ്ചസാര പാനി ഇട്ടതാട്ടോ, സ്വീറ്റ് ഗാരിലെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ഈ സ്വീറ്റിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ബാദുഷ എന്നാന്ന് തോന്നുന്നു പറയുന്നത്. അകത്ത് ഫില്ലിംഗ് ഉണ്ട്. പിന്നെ ഇതൊരു പാൽഗോവ ടൈപ്പ് സ്വീറ്റാട്ടോ. പാൽഗോവ ടൈപ്പ് സ്വീറ്റാണ്. ഇതിൻ്റെ പേരാണ് പോത്തരേക്കുലു. പോത്തരേക്കുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ടൈപ്പ് സ്വീറ്റാട്ടോ അത് കഴിഞ്ഞ് അടുത്ത സ്വീറ്റാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൊപ്പട്ലു. നമ്മുടെ നാട്ടിലെ ബോളിയുടെയൊക്കെ ഒരു ടെക്സ്ചറുള്ളൊരു സ്വീറ്റാണ്. ഞാൻ ഈ വട്ടം പായസത്തിന്, നമ്മുടെ ഓണത്തിന് അതാട്ടോ മേടിച്ചത്. പിന്നെ ഈ ബോൾ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ബൂരിലെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ കോമൺ ആയിട്ട് എല്ലാ ഫംഗ്ഷനും വെക്കുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ നമ്മുടെ അരിയുണ്ടയുടെ ഷേപ്പുള്ള സ്വീറ്റാണ് സുന്നുണ്ട. അത് നമ്മുടെ ഉഴുന്ന് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നടുക്കിരിക്കുന്നതാണ് നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റുള്ള അരസലു എന്ന് പറയുന്ന സ്വീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എനിക്കിഷ്ടമുള്ള സ്വീറ്റ്സുകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ബൊപ്പട്ലു പിന്നെ നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ബൊപ്പട്ലു. പിന്നെ അടുത്തത് ബൂരിലകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പരിപ്പിൻ്റെ ഫില്ലിംഗ് ഉണ്ടാവും കേട്ടോ. ഇത് ഉഴുന്നുമാവിലാണ് ചെയ്യുന്നത് കേട്ടോ. ആ കോട്ടിങ് ഉഴുന്നുമാവാണ്. ഇത് സുന്നുണ്ടയാണെങ്കിൽ നമ്മുടെ ഉഴുന്ന് പൊടിയും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര നെയ്യിൽ കുഴച്ചെടുക്കുന്ന, ഒരുപാട് കട്ടിയൊന്നുമില്ല. അരിയുണ്ടയുടെ ഷേപ്പും ആ ഒരു ഇത് വന്നേ ഉള്ളൂ, പക്ഷേ കട്ടിയൊന്നുമില്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ബാദുഷ എന്നാന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്വീറ്റിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ അകത്തും ഒരു ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കലാകണ്ട എന്ന് പറയുന്നൊരു സ്വീറ്റ് കിട്ടും, അതിൻ്റെ ഫില്ലിംഗ് ആട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സ്വീറ്റാണ്. പിന്നുള്ളത് നമ്മുടെ ഗാരിൽ, സ്വീറ്റ് ഗാരിൽ, വട പഞ്ചസാര പാനിയിലിടുന്ന ഒരു സ്വീറ്റാണ്. അതും സ്വീറ്റ് നല്ല മധുരമാണ് കേട്ടോ. പിന്നുള്ളത് നമ്മുടെ പാൽഗോവ ടൈപ്പ് ആട്ടോ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവിടെ പറയുന്നത് എന്തോന്നുള്ളത്. പിന്നുള്ളത് പൂത്തരേക്കുലോ. ഇത് നല്ല പേപ്പർ ടൈപ്പ് ടെക്സ്ചറാണ് കേട്ടോ. പേപ്പർ പോലെ ഇരിക്കുക. അകത്ത് പഞ്ചസാരയുടെ ഉണ്ട്, പിന്നെ ശർക്കരയുടെ നമുക്ക് കിട്ടും. പിന്നത് അരിസിലാണ്. ഇത് നെയ്യപ്പം പോലെ ഇരിക്കുക, പക്ഷേ അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി അതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാട്ടോ പൂത്തരേക്കുലു എന്ന് പറയുന്ന സാധനം. ഈ ഒരു പീസിന് 25 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത്, ഇതിപ്പോൾ വൈറ്റിലിരിക്കുകയല്ലേ, ഇതിനകത്ത് പഞ്ചസാര പൊടിക്ക് പകരം ശർക്കര പൊടി ചേർക്കുന്നതും ഉണ്ട്. അവിടെ പേപ്പർ ടൈപ്പാട്ടോ, പേപ്പർ പോലെ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ്. ഇനി ഒരുപാടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി സ്വീറ്റ്സൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് ബദാം, കാഷ്യൂസിൻ്റെ പൗഡർ, പാൽപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോയിടത്തും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്